ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനമാണ്. കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടി ഓരോ ദിവസവും പ്ലാൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി റിവിഷൻ ചെയ്യുകയും ചെയ്യണം. അവസാന വട്ടം റിവിഷൻ ചെയ്യാനായി ഷോർട്ട് നോട്ടുകൾ ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെക്കണം. റാങ്ക് ഉറപ്പിക്കാനും ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷയെ സമീപിക്കാനും മുൻവർഷ ചോദ്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യണം. മാതൃകാ ചോദ്യങ്ങൾ പരിശീലിക്കണം. പരീക്ഷാ ഹാളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ തിരുത്താനായി മോക്ക് ടെസ്റ്റുകളോ ടെസ്റ്റ് സീരീസുകളോ ചെയ്ത് തയ്യാറെടുക്കാം. പരീക്ഷയുടെ വിജയം തീരുമാനിക്കുന്നത് അറിവ് മാത്രമല്ല, ആത്മവിശ്വാസം കൂടിയാണ്. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ പുറകിലല്ല. ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് നിങ്ങളുടെ വിജയപരാജയത്തെ തീരുമാനിക്കുന്നത്. ഓരോ ദിവസവും നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകേണ്ടതും പഠിക്കാനുള്ള മോട്ടിവേഷൻ നൽകേണ്ടതും ഈ ഒരു കാര്യം മാത്രമാണ്. ഇന്നത്തെ ഒരു ദിവസം അത് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാനായിരിക്കണം നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഇതുവരെയുള്ള നിങ്ങളുടെ പരാജയങ്ങളല്ല, ഇനിയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ തൊട്ടു മുമ്പിലുള്ള വിജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കുക. ആ വിജയം മാത്രം മുൻപിൽ കാണുക. യുവർ സ്ട്രോങ് ഡിസേർവ് വിൽ ബിക്കം യുവർ സക്സസ്ഫുൾ റിയാലിറ്റി. അതിന് ഏറ്റവും മികച്ച നോട്ട്സും മോക്ക് ടെസ്റ്റും ക്ലാസ്സുകളുമായി KS റാങ്കർ എപ്പോഴും കൂടെ ഉണ്ടാകും. ഓൾ ദി ബെസ്റ്റ് ടു യുവർ സക്സസ്. പിന്നെ ഓരോ ദിവസവും പഠിക്കാനുള്ള ഒരു മോട്ടിവേഷനായി ഈ വീഡിയോ എന്നും രാവിലെ ഒന്ന് കണ്ടോളൂ. ഇന്ന് എന്ത് ചെയ്യണം എന്ന കൺഫ്യൂഷൻ ഒഴിവാക്കാൻ അത് സഹായിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷൻ്റെ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ ഒരു ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ജസ്റ്റ് കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ടൈമിങ്, അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ കേരള ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇനി വരാൻ വേണ്ടിയിട്ട് പോകുന്ന ഡിഗ്രി ലെവൽ കോമൺ പ്രിലിംസ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, 2026 അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ടെസ്റ്റ് ആരംഭിക്കുന്നത് February 15 അന്ന് മുതലായിരിക്കും ഈ ഒരു ടെസ്റ്റ് ആരംഭിക്കുന്നത്. കംപ്ലീറ്റ്ലി PSCയുടെ അതേ മാതൃകയിൽ തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണോ PSC എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് അതേ ഫോർമാറ്റിൽ അതേപോലെ തന്നെയായിരിക്കും നമ്മൾ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ടെസ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ള ടെസ്റ്റ് തന്നെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഓഫ്ലൈൻ ടെസ്റ്റ് എടുക്കുന്ന പോലെ തന്നെ ആ ഒരു ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഓൺലൈൻ ടെസ്റ്റ് ആകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചധികം സമയം കിട്ടും. അതായത് നോർമൽ എക്സാമിനേഷന് കിട്ടുന്നതിനേക്കാളും 10 മിനിറ്റ് കുറവായിരിക്കും ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 10 മിനിറ്റ് എക്സ്ട്രാ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയം കുറച്ചിട്ട് ബാക്കി സമയമായിരിക്കും നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിയൽ എക്സാമിനേഷൻ എടുക്കുന്നതിൻ്റെ ആ ഒരു ടൈം പ്രഷർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ ടോട്ടലായിട്ട് 100 ക്വസ്റ്റ്യൻസിൻ്റെ പേപ്പർ തന്നെയായിരിക്കും. ഓക്കെ, ബേസിക്കായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സിമിലർ തന്നെയാണ്. ഒരൊറ്റ മാറ്റം എന്ന് പറയുന്നത്, അതായത് പ്രധാനമായിട്ട് വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഓഫ്ലൈനിന് പകരമായിക്കൊണ്ട് ഓൺലൈൻ ആയിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ്. അതുപോലെ നോർമലായിട്ട് കിട്ടുന്ന സമയത്തിനേക്കാളും 10 മിനിറ്റ് കുറവായിരിക്കും. പ്രോപ്പറായിട്ടുള്ള ടൈമിംഗ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങളുടെ ഇതുവരെ നിങ്ങൾ പഠിച്ച ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഒരു റിയൽ എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഞാൻ മുഴുവൻ പഠിച്ചതിന് ശേഷം ഈ ഒരു ടെസ്റ്റ് എടുക്കാം എന്ന് കരുതിയിട്ട് മാറ്റി വെക്കരുത്. ഓക്കെ, മുഴുവൻ ഞാൻ പഠിച്ചതിന് ശേഷം ഞാൻ ടെസ്റ്റ് എടുക്കാം, ഞാനിപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ കുറച്ച് സബ്ജക്റ്റേ പഠിച്ചിട്ടുള്ളൂ, ഒരു 50-60% സിലബസ് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ, അങ്ങനെ വിചാരിക്കരുത്. ഫസ്റ്റ് ഡേ മുതൽ, അതായത് February 15 മുതൽ തന്നെ ഓരോ ദിവസവും നിങ്ങൾ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 3 ദിവസത്തെ സമയം ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ ടെസ്റ്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഞായറാഴ്ചകളിലായിട്ടാണ്. ഓക്കെ, ഒന്നിടവിട്ട് വരുന്ന ഞായറാഴ്ചകളിലായിട്ടാണ് ടെസ്റ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഞായർ, തിങ്കൾ, ചൊവ്വാഴ്ച രാത്രി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞ് ടെസ്റ്റ് എടുക്കാം, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ചൊവ്വാഴ്ച വരെ ടെസ്റ്റ് എടുക്കുന്ന ആൾക്കാരുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആ റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ആ ഒരു റാങ്ക് ലിസ്റ്റ് അവിടെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 3 ദിവസങ്ങളിലായിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പറ്റും എന്നുണ്ടെങ്കിൽ അതാത് ദിവസം, അതാത് എക്സാമിനേഷൻ വരുന്ന ദിവസങ്ങളിൽ ഞായറാഴ്ച തന്നെ ആ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ടൈമിങ്, വേഗത, അതുപോലെ തന്നെ കൃത്യത, അതുപോലെ തന്നെ എക്സാമിനേഷൻ എലിമിനേഷൻ പോലെയുള്ള മെത്തേഡുകളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എലിമിനേഷൻ മെത്തേഡ്സൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആ ഒരു രൂപത്തിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല,
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, സെലക്റ്റീവ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, യെസ്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നതാണ്, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എക്സാമിനേഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം, ഡിഫറൻറ്റ് ടൈംസിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻസ് പരീക്ഷകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പരീക്ഷയെ എങ്ങനെ സമീപിക്കണം എന്നുള്ളൊരു പരിശീലനം നമുക്ക് കിട്ടുള്ളൂ. അതുമാത്രമല്ല, എക്സാമിനേഷനെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഉള്ളിലൊക്കെ ഒരു പേടി, ഒരു ഫിയർ ഉണ്ടായിരിക്കും. ആ ഒരു പേടി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്നത് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു നോളജിനെ നിങ്ങൾക്ക് മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ്. ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഗൗരവമായിട്ട് ഈ ഒരു PSC അപ്കമിംഗ് ആയിട്ടുള്ള എക്സാമിനേഷനിൽ ഏത് എക്സാം ആയിക്കോട്ടെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പനി ബോർഡ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ നാഷണൽ സേവിങ്സ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ, അങ്ങനെ ഏത് PSC എക്സാമുകൾക്കായാലും നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾ കേരള ലെവലിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒരു ടെസ്റ്റ് നടത്തുന്ന സമയത്ത് സീരിയസ് ആയിട്ട് ഈ ഒരു എക്സാമിനേഷൻ PSC അപ്രോച്ച് ചെയ്യുന്ന എല്ലാവരും ആ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ ഒരു ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി AI ബേസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ പെർഫോമൻസ് അനാലിസിസ് കിട്ടും, നിങ്ങളുടെ ആക്യുറസി കിട്ടും, നിങ്ങൾ എവിടെയാണ് സ്ട്രോങ് ആക്കേണ്ടത്, എവിടെയാണ് വീക്ക് ആയിട്ടുള്ള ഏരിയാസ്, അതിൻ്റെ ഒരു പെർഫോമൻസ് റിസൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഏരിയാസും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ക്വസ്റ്റ്യൻസ് ടഫ് ആയിട്ടുള്ളത്, ഈസി ആയിട്ടുള്ളത്, അതുപോലെ തന്നെ മീഡിയം അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതിലൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്, ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടുള്ള നിങ്ങളുടെ പെർഫോമൻസും കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ മറ്റുള്ളവർ കറക്റ്റ് ആക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് ആക്കിയിട്ടുണ്ടോ, അതുപോലെ തന്നെ മറ്റുള്ളവർ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയമാണ് എടുത്തത്, നിങ്ങൾ എത്ര സമയമാണ് എടുത്തത്, ഇങ്ങനെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു ഓപ്പൺ അവസരമാണിത്. അത് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, എങ്ങനെയാണ് എൻറോൾ ചെയ്യേണ്ടത്, ബാക്കി ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യാൻ പറയുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ടെസ്റ്റിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ്ലി ഓരോ ദിവസവും രാവിലെ 5 മണിയാകുന്ന സമയത്ത് നിങ്ങൾക്ക് ടെസ്റ്റ് ഓപ്പൺ ആയിരിക്കും. ഇപ്പോൾ ഫെബ്രുവരി 5-ാം തീയതി ആയിരിക്കും നമ്മുടെ ടെസ്റ്റ്, ആദ്യത്തെ ടെസ്റ്റ് വരുന്നത്. അന്ന് രാവിലെ 5 AM മുതൽ നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ കോഴ്സിൽ എൻറോൾ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ടെസ്റ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് ഒരു റിമൈൻഡർ മെയിലും അയക്കുന്നതായിരിക്കും. ആ മെയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതാത് ദിവസങ്ങളിൽ ടെസ്റ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ടോട്ടലായിട്ട് 5 കംപ്ലീറ്റ് ഫുൾ ലെങ്ത് ടെസ്റ്റാണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇതെല്ലാം തന്നെ ഫുൾ ലെങ്ത് ടെസ്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സിലബസ്, പ്രിലിംസിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കവർ ചെയ്യുന്നതായിരിക്കും. സെക്ഷണൽ ടെസ്റ്റ് അല്ല, കംപ്ലീറ്റ് ആയിട്ട് 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ടോട്ടലായിട്ട് ഒരു 500 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അത് ജസ്റ്റ് എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ എടുക്കുക. ഇതാണ് ഒരു ടെസ്റ്റിൻ്റെ കലണ്ടർ അല്ലെങ്കിൽ ടൈമിംഗ് ഷെഡ്യൂൾ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ എൻറോൾ ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതാത് സമയങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് ടെസ്റ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 15 5 മണിക്ക് ശേഷം മാത്രമായിരിക്കും ആ ടെസ്റ്റ് ഓപ്പൺ ആകുന്നത്. അതുപോലെ മാർച്ച് 1-ാം തീയതി ആയിരിക്കും രണ്ടാമത്തെ ടെസ്റ്റ് വരുന്നത്. 5 മണിക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് ടെസ്റ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ടെസ്റ്റ് ആക്സസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആ ടെസ്റ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് മുൻപ് പറ്റില്ല എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ടെസ്റ്റുകളുടെ കറൻ്റ്ലി ഇപ്പം നിങ്ങൾക്ക് PDF ആയിട്ടുള്ള സൊല്യൂഷൻസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കില്ല. ഓക്കെ, സൊല്യൂഷൻസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ചില ആൾക്കാർ അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ചെയ്ത് നോക്കിയിട്ട് ആൻസേഴ്സ് മാർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു റിയൽ ടെസ്റ്റായിട്ട്, അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ആൻസേഴ്സും സൊല്യൂഷനും നോക്കിയിട്ട് ചില ആൾക്കാർ വന്നിട്ട് അതിൻ്റെ ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു റിയൽ ആയിട്ടുള്ള കോമ്പറ്റീഷൻ അവിടെ കിട്ടില്ല. അതുകൊണ്ട് സൊല്യൂഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ PDF നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കില്ല. ടെസ്റ്റിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ടെസ്റ്റ് കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് കംപ്ലീറ്റ് ആക്കാം. പിന്നെ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലായിരിക്കും, അതായത് നമ്മുടെ ആപ്പിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ടെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റ് എടുത്ത് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ടെസ്റ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എങ്ങനെയാണോ നിങ്ങളൊരു എക്സാമിനേഷൻ ഇരിക്കുന്നത് അതുപോലെ നിങ്ങൾ ഇരിക്കുക. രാവിലെ ഒരു 9 മണിയാകുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 5 മണി മുതൽ നിങ്ങൾക്ക് ടെസ്റ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഒരു 9 മണിയാകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സാധാരണ PSC എക്സാമിൽ ഇരിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളമായിട്ട് നിങ്ങൾക്ക് അവിടെ ഇരിക്കാം. ഓക്കെ, നിങ്ങളുടെ വെള്ളം, അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ പെൻ ആൻഡ്
പേപ്പർ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അതും വെച്ചുകൊണ്ട്, കാരണം മാത്സ് ഒക്കെ അതിലുണ്ടായിരിക്കും. അപ്പം മാത്സ്, റീസണിങ് അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പെന്നും പേപ്പറുമായിട്ട് ഇരിക്കുക. മാക്സിമം ഒരു മണിക്കൂർ 15 മിനിറ്റ്, ആ 1 മണിക്കൂർ 15 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ആ ടെസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, കൂടുതൽ സമയം വരുന്നില്ല, ജസ്റ്റ് ഒരു ഞായറാഴ്ച ദിവസങ്ങളിൽ 1 മണിക്കൂർ 15 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ടെസ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് എടുത്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, പരീക്ഷ എന്ന് പറയുന്നത് ടോട്ടലായിട്ട് 100 മാർക്കായിരിക്കും, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആയിട്ടുള്ള മാർക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു നോർമൽ PSCയുടെ എക്സാം പേപ്പർ എങ്ങനെയാണോ വരുന്നത് ആ രൂപത്തിലായിരിക്കും ആ ഒരു പേപ്പറിൻ്റെ ടഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ടൈമിംഗ് ഉണ്ടായിരിക്കും. ആ ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ടെസ്റ്റ് സബ്മിറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു സമയം കളയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സബ്മിറ്റ് ആവും. ടെസ്റ്റ് നിങ്ങൾക്ക് മുൻകൂട്ടി അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് തീർക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സമയത്തിന് മുമ്പ് തന്നെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് അടിച്ച് വീണ്ടും ആ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, റിസൾട്ട് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇത്തരത്തിൽ മോക്ക് ടെസ്റ്റ് എടുക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടെസ്റ്റ് സീരീസിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ടെസ്റ്റ് എടുക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റിലേക്ക് വരുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ മാത്രമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ മാത്രമായിട്ടായിരിക്കും നിങ്ങൾക്കൊരു കോമ്പറ്റീഷൻ വരുന്നത്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഓൾ കേരള ലെവലിൽ സീരിയസ് ആയിട്ട് PSC പഠിക്കുന്ന എല്ലാവരും ഈ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുമായിട്ട് സീരിയസ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള കുറേ കൂടെ ലാർജ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീഷൻ, നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ സമയ ക്രമീകരണം, പല ആൾക്കാർക്കും PSC എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്തുള്ള പ്രശ്നമാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള ആ സമയത്തിൻ്റെ ഉള്ളിൽ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ളത്, ആ പ്രശ്നം നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ഒരു AI ബേസ്ഡ് പെർഫോമൻസ് അനാലിസിസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ആ അനാലിസിസ് കിട്ടുന്നത് കൊണ്ട് തന്നെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് കൃത്യമായിട്ട് AI ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ മേഖലകളിൽ അല്ലെങ്കിൽ ആ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പഠിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ആദ്യത്തെ ടെസ്റ്റ് എടുത്തു, ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ, വീക്ക് ആയിട്ടുള്ള ഏരിയാസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ ആ ഏരിയ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം അറ്റ്ലീസ്റ്റ് 14 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. ആ ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് പഠിക്കാം അല്ലെങ്കിൽ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ പഠിച്ചിട്ടായിരിക്കും അടുത്ത ടെസ്റ്റ് നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും ആദ്യത്തെ ടെസ്റ്റും രണ്ടാമത്തെ ടെസ്റ്റും തമ്മിൽ ആക്യുറസി അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ റാങ്ക്, ഇതിലൊക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ. നിങ്ങൾ ഈ 14 ദിവസം പഠിച്ചതുകൊണ്ട് ആ വീക്കായിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടോ. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു 5 ടെസ്റ്റുകളിലൂടെ സാധിക്കും. ദെൻ അടുത്തത് എക്സാമിനേഷനെ കുറിച്ചിട്ടുള്ള ആ ഒരു പേടി നിങ്ങൾക്ക് മാറ്റിയെടുക്കും. എക്സാമിനേഷനിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് മാർക്ക് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. എപ്പോഴും ടെസ്റ്റിൻ്റെ റിസൾട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ഓരോ ടെസ്റ്റിലും നിങ്ങളുടെ ആക്യുറസി എത്രയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ എത്ര ക്വസ്റ്റ്യൻ ശരിയാകുന്നുണ്ട്. ഇപ്പോൾ 100ൽ നിങ്ങൾ ടോട്ടലായിട്ട് 70 ക്വസ്റ്റ്യൻ ചെയ്തു, അതിൽ നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് പറ്റി. അതിനാണ് നമ്മൾ ആക്യുറസി എന്ന് പറയുന്നത്. ആ ആക്യുറസിയുടെ പെർസെൻറ്റേജ് ഓരോ ടെസ്റ്റിലും കൂട്ടാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ അതെന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. then അതുപോലെ തന്നെ നിങ്ങളുടെ ഓർമ്മശക്തി, അതായത് ആ ഒരു എക്സാമിനേഷൻ എൻവിറോൺമെൻറ്റിൽ ഇരുന്നിട്ട് കാര്യങ്ങൾ റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതേ സീരിയസിനോട് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ 5 ഡിഫറെൻറ്റ് സ്റ്റേജുകളായിട്ട് നിങ്ങൾക്ക് ടെസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ടെസ്റ്റുകളിലും നിങ്ങളുടെ ആ ഒരു ഉയർച്ചയും താഴ്ചയും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലോലി നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാർക്ക് കുറവായിരിക്കും, അടുത്തതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് കൂടും, അടുത്ത ടെസ്റ്റിൽ വീണ്ടും നിങ്ങളുടെ റാങ്ക് അല്ലെങ്കിൽ മാർക്ക് അല്ലെങ്കിൽ ആക്യുറസി കുറയും. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ഡീമോട്ടിവേറ്റഡ് ആവാൻ പാടില്ല. ഓക്കെ, ടെസ്റ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റാങ്ക്, അതുപോലെ തന്നെ മാർക്ക്, കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട് എന്ന് മാത്രം. അപ്പോൾ അവിടെ നിങ്ങളുടെ റാങ്ക് താഴെ പോയി അല്ലെങ്കിൽ മാർക്ക് കുറവ് എന്ന് പറഞ്ഞിട്ട് ഡീമോട്ടിവേറ്റഡ് ആവുകയല്ല ചെയ്യേണ്ടത്. ആ ടെസ്റ്റിൽ വന്നിട്ടുള്ള തെറ്റുകൾ, മിസ്റ്റേക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അടുത്ത ടെസ്റ്റിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ അതിനടുത്ത ടെസ്റ്റ് കുറച്ച് ടഫുള്ളതായിരിക്കും, വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങളുടെ പെർഫോമൻസ് താഴെ പോകും, വീണ്ടും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫൈനലായിട്ട് നിങ്ങൾക്ക് ആ ഒരു സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും.
പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പതിവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടെസ്റ്റുകൾ കൃത്യമായിട്ടുള്ള ഇൻ്റർവെല്ലുകളിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരിക്കലും മാറ്റി വയ്ക്കരുത്. ഞാൻ പിന്നെ എടുക്കാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ആ ടെസ്റ്റ് എടുക്കാൻ പോകുന്നില്ല. കൃത്യമായിട്ടുള്ള ആ ഇൻ്റർവെല്ലുകളിൽ ഷെഡ്യൂളുകളിൽ നിങ്ങൾ ടെസ്റ്റ് എടുത്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ടെസ്റ്റ് അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കും. അതൊരു പ്രോക്രാസ്റ്റിനേഷൻ ആയിരിക്കും. നിങ്ങൾ ടെസ്റ്റ് എടുക്കാൻ പോകുന്നില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഏപ്രിൽ 15 ശേഷം ടെസ്റ്റ് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ ഇമ്പ്രൂവ്മെൻറ്റിന് സാധ്യതയില്ല. കാരണം മെയിൽ ചിലപ്പോൾ ഒരു സെക്കൻഡ് വീക്കൊക്കെ ആകുന്നതിൻ്റെ ആ ഒരു സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ വരും. പിന്നെ ഈ 5 ടെസ്റ്റുകൾ എടുക്കാനും നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് തിരുത്തി മുന്നോട്ടേക്ക് പോകാനുള്ളൊരു ചാൻസ് അവിടെ ഇല്ല. ഇപ്പോൾ നിങ്ങൾ 50% സിലബസ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് മതി. ആദ്യത്തെ ടെസ്റ്റ് വരുന്ന സമയത്ത് ആ 50% സിലബസ് വെച്ചിട്ട് നിങ്ങൾ ടെസ്റ്റ് എടുക്കുക. ടെസ്റ്റ് നിങ്ങൾക്ക് വീണ്ടും എടുക്കാൻ പറ്റും, റീടെസ്റ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, എത്ര തവണ വേണേലും നിങ്ങൾക്ക് റീടെസ്റ്റ് എടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 50% വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുക. ആ 50% പഠിച്ചതിൽ നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് എങ്ങനെയാണ് മാർക്ക് കിട്ടുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു 50%ൻ്റെ ബേസിൽ അനലൈസ് ചെയ്യാം. നിങ്ങളുടെ ആ പ്രോഗ്രസ്, നിങ്ങളുടെ ആ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് റിയൽ ആയിട്ട് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി കൂടുന്നതായിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് അവസാനത്തേക്ക് ടെസ്റ്റ് മാറ്റി വെക്കരുത്. അങ്ങനെ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ല. ഓരോ ദിവസവും കൃത്യമായിട്ട് എക്സാമിനേഷൻ നിങ്ങൾ എങ്ങനെയാണോ PSC എക്സാം എടുക്കുന്നത് അതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, യെസ്. അതുപോലെ തന്നെ ഈ പറയുന്ന അവസാന നിമിഷങ്ങളിലുള്ള വെപ്രാളം, ഞാൻ ഈ പറഞ്ഞ പോലെ അവസാനത്തേക്ക് ടെസ്റ്റ് വെച്ചിട്ട് ഒരു മെയ് ഫസ്റ്റ് വീക്ക് മുതൽ ടെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഓക്കെ, ടെസ്റ്റ് സീരീസ് എടുക്കുന്നത് നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഇമ്പ്രൂവ്മെൻറ്റിന് കൃത്യമായിട്ടൊരു 2 ആഴ്ചത്തെ ഗ്യാപ്പ് അവിടെ വേണം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ രൂപത്തിൽ ടെസ്റ്റ് സീരീസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്കൊരു ഓൾ കേരള റാങ്കിങ് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഒരു സ്ഥാനം, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റാങ്ക് എവിടെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സാമിനേഷൻ്റെ ഒരു റിയൽ ആയിട്ടുള്ള കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പം നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് പഠിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് വരെ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവർ എത്രത്തോളം റിവൈസ് ചെയ്തിട്ടുണ്ട്, അവർക്ക് എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കമ്പാരിസൺ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിലവിലുള്ള റാങ്കുകൾ മെച്ചപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഏരിയാസ്, മേഖലകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എക്സാമിനേഷൻ, ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് PSC ഡിഗ്രി ലെവൽ എക്സാമിനേഷനൊക്കെ എഴുതാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സാമിനേഷനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഓൾ കേരള റാങ്കിങ്ങിലൂടെ നിങ്ങൾക്ക്, ഈ ഒരു ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ളൊരു AI അനാലിസിസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ആദ്യം നിങ്ങൾക്ക് കിട്ടുന്നത് സ്കോർ, അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക്, അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അതുപോലെ ഓരോ സബ്ജക്റ്റ് വൈസ് അതിൻ്റെ ടോട്ടൽ മാർക്ക്, അവിടെ നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയായി, എത്ര എണ്ണം നിങ്ങൾക്ക് തെറ്റി, സബ്ജക്റ്റ് വൈസ് നിങ്ങളുടെ ആക്യുറസി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഓരോ സബ്ജക്റ്റിലും നിങ്ങളുടെ ആക്യുറസി എത്ര വരുന്നുണ്ട്, അപ്പോൾ ഓരോ വിഷയത്തിലും നിങ്ങളുടെ ഉള്ള ആ ഒരു സബ്ജക്റ്റ് വൈസ് അനാലിസിസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങൾ ചില സബ്ജക്റ്റ് വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കും. പക്ഷേ അതേ സബ്ജക്റ്റ് എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ചില സബ്ജക്റ്റ് എനിക്ക് അറിയില്ല എന്ന് വിചാരിക്കും, പക്ഷേ അതേ സബ്ജക്റ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പം ഓരോ സബ്ജക്റ്റ് വൈസ് നിങ്ങളുടെ മാർക്ക് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഓരോ സബ്ജക്റ്റിലും നിങ്ങളുടെ ആക്യുറസി എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു 80% എബവ് ആക്യുറസി നിങ്ങൾക്ക് സബ്ജക്റ്റുകളിൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് മാറ്റിവെച്ച് ആക്യുറസി കുറവുള്ള സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. കാരണം എല്ലാത്തിലും ഒരു മിനിമം ആക്യുറസിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്. അപ്പോൾ ഏത് സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ ഏറ്റവും പുറകിലായിട്ടുള്ള വിഷയങ്ങൾ അതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻസ്, കാര്യങ്ങൾ അതും നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ബിൽഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു AI അനാലിസിസിലൂടെ, പെർഫോമൻസ് അനാലിസിസിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ ഫൈനലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ കമൻസിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസിൽ, അതായത് ഈ ഒരു ഇതിൻ്റെ ഡീറ്റെയിൽസിലും അതുപോലെ തന്നെ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിലും ഞാൻ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ആപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ 2026 ആ ഒരു PSCയുടെ പ്രിപ്പറേഷൻ, സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇവിടെ മുതൽ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. ഫെബ്രുവരി 15 മുതൽ നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളും, അതായത് ഓരോ ദിവസം മീൻസ് ആ ഒരു നിശ്ചിതമായിട്ടുള്ള ഇൻ്റർവെല്ലുകളിൽ നിങ്ങൾക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ആ ടെസ്റ്റുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ,
ഓക്കെ, ഇപ്പം ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, റീ അറ്റംപ്റ്റ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, റീ അറ്റംപ്റ്റ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, 2 3 പ്രാവശ്യം. അപ്പോൾ നിങ്ങളുടെ ഓരോ റീ അറ്റംപ്റ്റിലെയും, അതായത് മുൻപെടുത്തതും പുതിയതായിട്ട് എടുത്ത് ആ 2 റീ അറ്റംപ്റ്റുകൾ തമ്മിലുള്ള പെർഫോമൻസ് അനാലിസിസ് അല്ലെങ്കിൽ അതിൻ്റെ കമ്പാരിസൺ അതും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ബിഗിനേഴ്സിനാണ്. കാരണം അവരെ സംബന്ധിച്ചിട്ട് ഫസ്റ്റ് ടൈം ആയിട്ട് അവർ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ എഴുതാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാറ്റേൺസ്, അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻസ്, അതുപോലെ തന്നെ നെഗറ്റീവ് ആക്യുറസി, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ മറ്റുള്ളവരുമായിട്ട് ഇപ്പോൾ വെറ്ററാൻസ് ആയിട്ട് 1-2 വർഷമായിട്ട് PSC പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ പല റാങ്ക് ലിസ്റ്റുകളിലൊക്കെ ഉള്ള ആൾക്കാരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് എവിടെ നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് സാധിക്കുന്നതാണ്. ഓക്കെ, അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും മിസ് ചെയ്യരുത്. അവർ കൃത്യമായിട്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇതല്ലാതെ ഇതിന് ഫീ ഒന്നുമില്ല, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണല്ലോ. ഞാൻ ആദ്യം മുതലേ അതല്ല പറഞ്ഞത്, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ളതാണ്. ആ 5 ടെസ്റ്റുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടും. ഇനി അതല്ലാതെ നമ്മുടെ പേയ്മെൻ്റ് ആയിട്ട് വരുന്ന ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് അത് ടെസ്റ്റ് സീരീസ് ബാച്ചിലായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, ഉടനെ തന്നെ ഷെയർ ചെയ്യാം. ഓക്കെ, ടെസ്റ്റ് സീരീസ് ബാച്ചിൽ അത് സെപ്പറേറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് അവിടെ ഉണ്ടായിരിക്കും. ടെസ്റ്റ് സീരീസ് ബാച്ചിൽ ജോയിൻ ചെയ്ത ആൾക്കാരും ഈ ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ് എടുക്കണം. ഓക്കെ, മെൻറ്റർഷിപ്പ് ബാച്ച് ആയാലും ടെസ്റ്റ് സീരീസ് ബാച്ച് ആയാലും അവിടെയൊക്കെയുള്ള സ്റ്റുഡൻസ് ഈ ഒരു കോഴ്സിൽ സെപ്പറേറ്റ് ആയിട്ട് എൻറോൾ ചെയ്ത് നിങ്ങൾ ടെസ്റ്റ് എടുക്കണം. കാരണം ഓൾ കേരള ലെവലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ടെസ്റ്റ് സീരീസിൽ ബാച്ചിലുള്ള ടെസ്റ്റുകൾ സെപ്പറേറ്റ് ആയിരിക്കും. അത് സബ്ജക്റ്റ് വൈസ്, സെക്ഷണൽ വൈസ് ആയിട്ട് അങ്ങനെ പോകുന്ന ടെസ്റ്റുകളായിരിക്കും. അതുകൂടാതെ മെൻറ്റർഷിപ്പ് ബാച്ചിലുള്ള കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അത് മിനി ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ് എന്നുള്ള രൂപത്തിലേക്ക് റിവിഷൻ ക്ലാസ്സിന് പാരലൽ ആയിക്കൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ അത് അവിടെ നടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു 5 ഫുൾ ലെങ്ത് ടെസ്റ്റുകളാണ്. അത് നിങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അതുപോലെ തന്നെ മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുക. കാരണം മാക്സിമം ആളുകൾ ടെസ്റ്റ് എടുക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പം ജസ്റ്റ് ആലോചിച്ച് നോക്കുക, ഒരു ഓൾ കേരള ലെവലിലുള്ള എല്ലാവരും ഈ ഒരു ടെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഏകദേശ സ്ഥാനം എവിടെയാണെന്നുള്ളത്. ഇപ്പോൾ ജസ്റ്റ് 500 ആൾക്കാർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു 10ാം റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് 10ാം റാങ്കായിട്ട് നമുക്ക് പരിഗണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ പോകുന്നത് ഇതിൻ്റെ 100 ഇരട്ടി കുട്ടികളായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു 50,000 കുട്ടികൾ ഈ ഒരു ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ റാങ്ക് ഏകദേശം എവിടെ വരുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, PSCയിൽ എൻ്റെ ഒരു റാങ്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു പൊസിഷൻ ഇത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ആൾക്കാർ ടെസ്റ്റ് എടുക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് കുറേ കൂടെ ആക്യുറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു എഡിറ്റഡ് വേർഷൻ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ഞാൻ ഈ പറയുന്ന പോലെ AI ബേസ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് അനാലിസിസ് കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും, എന്തെല്ലാം കാര്യങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഈ ഒരു ലാസ്റ്റ് ഭാഗങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുള്ളൊരു പെർഫോമൻസ് അനാലിസിസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ടെസ്റ്റ് സീരീസ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അതിൻ്റെ ടെസ്റ്റ് സീരീസ് ബാച്ചിൻ്റെ ഫീ വരുന്നത് 700 ആണ്, അതായത് 699 ആണ്. നമ്മുടെ ടെസ്റ്റ് സീരീസ് ബാച്ച് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സീരീസ് മാത്രമല്ല, അതിൽ റെഗുലർ ആയിട്ടുള്ള നമ്മുടെ യൂട്യൂബിലുള്ള ക്ലാസ്സുകളുടെ ആ ഒരു റെക്കോർഡിങ്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്ലസ് മലയാളത്തിലുള്ള നോട്ട്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഓഡിയോ റിവിഷൻ ക്ലാസ് അതും ടെസ്റ്റ് സീരീസ് ബാച്ചിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ടെസ്റ്റ് സീരീസ് ബാച്ചിൽ വരുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, യെസ്, താങ്ക് യു എവരി വൺ. അതുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒരു 5 ടെസ്റ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ അവിടെ ഇൻക്രീസ് ആവുന്നതായിരിക്കും. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഫൈനൽ എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്ത് കാണാൻ പറ്റും. ഓക്കെ, യെസ്. സോ താങ്ക് യു എവരി വൺ. നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.